പ്പോ മുതൽ കുടുംബത്തിന് ചുമതല, തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനിയുള്ള കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവിൽ തീർത്താ നിർത്തിക്കോളാൻ ഞാനല്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കോ കടം. അയാൾക്ക് അരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടിപ്പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ? പോരാ, എനിക്ക് നടക്കല. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ല? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. പിന്നെ അനിയൻ SI ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റലോട് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിൽ അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോറിൽ കടന്നു പോകും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. ചേട്ടൻ ഇന്ന് നമ്മളുടെ വാശി കഴിയുന്ന അവസരം കഷ്ടമാണ്. അനുസരിക്കാതെ സാർ ഒരു കോളുണ്ട്. ആരാണോ ടെസ്റ്റ് ചെയ്യാൻ സർ? പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് അസിസ്റ്റന്റല്ല, കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടുത്തെ ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട്. കോയമ്പത്തൂർ ഫയർഫോഴ്സ് വരുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. അറിയാം. പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോകും. എന്റെ സ്പിരിറ്റുമായി വിഡിത്തം കാണിക്കല്ലേ ബാലി സാറേ. ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയോ? വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. വരട്ടെ, സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ.